സുന്ദരമായി ദേവാലയം ആരാധനയ്ക്കായി അടിയാർക്ക് ദാനം ചെയ്ത കർത്താവേ, അതിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ മധ്യേ അവിടുന്ന് തന്നിട്ടുള്ളവകൾ അടിയാർക്ക് അവിടുത്തെ മഹത്വകരമായ സന്നിധിയിൽ സ്തോത്രകാഴ്ച അർപ്പിക്കുവാൻ അവസരം ലഭിച്ചതാണ്. നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്തൃകരങ്ങൾ അടിയാർ പ്രാപിക്കാൻ വെച്ച ഏറ്റവും സുന്ദരമായ ദാനം ഞങ്ങളുടെ ആയുസ്സും ജീവിതവുമാണല്ലോ. ആയതിനാൽ ഈ സ്തോത്രകാഴ്ചയോടൊപ്പം യേശുവെ, നീ വിലപ്പെട്ടതാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതത്തെ കണക്കുകൾ പറയാതെ തിരുരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും തിരുനാമത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കുമായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഈ ശുശ്രൂഷയുടെ പങ്കിനും ഓഹരിക്കുമായി ഞങ്ങളെ നിയമിച്ചവനും മനുഷ്യരുടെ ബോധങ്ങൾക്ക് ജ്ഞാനം നൽകുന്നവനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നതിനുമായി ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ കരുണകളുടെ ബഹുത്വത്താൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല മാലിന്യത്തിൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. മേഘം പോലെ ഞങ്ങളുടെ പാപങ്ങളെയും മഞ്ഞുപോലെ ഞങ്ങളുടെ അന്യായങ്ങളെയും നീക്കിക്കളയണമേ. നിന്റെ ശക്തിയിൽ നിന്നും നിന്റെ ഏകപുത്രൻ്റെ കൃപയിൽ നിന്നും സകലത്തിലും പരിശുദ്ധനായ നിന്റെ റൂഹായുടെ വ്യാപാരത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ പ്രിയ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായിരിക്കാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിന്റെ പരിശുദ്ധനാമത്തിന് യോഗ്യമാകുന്നത് പോലെ നിന്റെ സന്നിധിയിൽ നിന്ന് സേവിപ്പാനും നിന്റെ ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ കൃപ കണ്ടെത്തുമാറാകണമേ. കർത്താവേ, നീ ദയാലുവും നിന്നെ വിളിക്കുന്നവരും നിന്നിൽ ആശ്രയിക്കുന്നവരുമായ എല്ലാവരോടും കരുണാസമ്പന്നന നീയാകിയാൽ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. പിതാവായ ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശിഹാ തമ്പുരാൻ തൻ്റെ സഖാക്കളെക്കാളധികം ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. താൻ മനുഷ്യത്വമെടുത്തു, അത് നമുക്ക് അഭിഷേകമായി തീർന്നു. തൻ്റെ ഏറിയ കാരുണ്യങ്ങളാൽ ഈ ഭവനത്തെ അതുപോലെയുള്ള ഭവനങ്ങളെക്കാളധികം ശുദ്ധീകരിക്കുന്നു. ഇവയാദ്യദാനങ്ങളാകുന്ന ആദ്യ ഭവനങ്ങളാകുന്നു. രാജാവായ ശലോമോൻ ഉണ്ടാക്കിയിരിക്കുന്നതിനേക്കാളത് വിശേഷതയുള്ളതുമാകുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ ബാബേലിലുള്ള അടിമയുടെയും കരേറ്റത്തിൻ്റെയും ശേഷമുള്ളതിനേക്കാളത് മെച്ചമേറിയതുമാകുന്നു. എന്തെന്നാൽ ഉപജന്തുക്കളുടെ ബലികളാൽ അവ പൂർണ്ണമാക്കപ്പെട്ടിരുന്നു. എന്നാലോ ഇപ്പോഴുള്ള ഈ ഭവനം മഹനീയവും അത്ഭുതകരങ്ങളുമായ രഹസ്യങ്ങളാൽ ശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അത് പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് നിമിത്തം അതുപോലെയുള്ള ഭവനങ്ങളുടെ തേജസ്സിനേക്കാളധികം അതിൻ്റെ യജമാനനെ പോലെ അഭിഷേകത്താൽ ശുദ്ധിയുള്ളതുമാകുന്നു. വിശുദ്ധ സഭയാകുന്ന ഈ ഭവനത്തെ ദൈവമായ മശിഹ പൂർത്തിയാക്കുകയും തൻ്റെ ശരീര നുറുക്കത്താലും പിതാവിൻ്റെ അടുക്കൽ നയിക്കപ്പെട്ട പാറക്കളെത്തിയാകുന്ന ആത്മാവിൻ്റെ ഇറക്കത്താലും അതിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും ഉടയവനും സർവശക്തനുമായ ദൈവമേ, നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധ സഭയുടെ അതിർത്തികളെ നീ വിസ്താരപ്പെടുത്തണമേ. നിന്റെ കുരിശിനാൽ സകല ഉപദ്രവങ്ങൾ അതിനെ പരിപാലിക്കണമേ. നിന്റെ കൃപയുടെ നൽവരങ്ങളാൽ ഇടവകയെ നീ അലങ്കരിക്കുകയും അതിൻ്റെ സന്താനങ്ങളെ നീ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകണമേ. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും.
ദൈവവും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. ഈശ്വരനെ നീ ആയിരിക്കുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. സത്യം ചെയ്തിട്ട് എന്നാലും മാറാത്തവൻ. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമായ കർത്താവേ, പല ഭാഗങ്ങളായി പല പ്രാകാരണയും ഞങ്ങളോടുള്ള മനുഷ്യ സ്നേഹത്തെ നീ കാണിച്ചു. നിന്റെ വിശുദ്ധ സഭയെ ജ്ഞാനത്തിലും വിവേകത്തിലും നീ നിലനിർത്തി. സ്വർഗീയമായതും ദൈവദൂതന്മാർക്കടുത്തതുമായ ശുശ്രൂഷയുടെ ദൃഷ്ടാന്തമായിരിക്കാൻ പട്ടത്വത്തിൻ്റെ ക്രമത്തെ നീ മനസ്സോടെ സ്ഥാപിച്ചു. വഴിതെറ്റിൻ്റെ വ്യർത്ഥമായ പുറജാതി മാർഗത്തിൽ നിന്ന് നീ ഞങ്ങളെ സ്വതന്ത്രരാക്കി. ദൈവമാകുന്ന നിന്നെ മാത്രം ശുശ്രൂഷിപ്പാനും ആരാധിപ്പാനും ഞങ്ങളെ അർഹതയുള്ളവരാക്കി തീർത്തു. ഞങ്ങളുടെ നാഥനായ കർത്താവേ, ഞങ്ങളെ യോഗ്യരാകുന്നുവെങ്കിലും ഈ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. നിൻ്റെ കൃപയുടെ ശ്രേഷ്ഠമേറിയ ഒഴുക്ക് നീ ഞങ്ങളെ കാണിക്കണമേ. സകലത്തിലും നീ ഞങ്ങൾക്ക് സഹായകനായിരിക്കണമേ. ഞങ്ങളുടെ ദൈവവും പിതാവുമായതിൻ്റെയും നിൻ്റെ ഏകപുത്രൻ്റെയും സകലത്തിലും പരിശുദ്ധനായതിൻ്റെ റൂഹായുടെയും സന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധമായതും രക്തം കൂടാത്തതുമായ മാർഗത്തിൻ്റെ സ്വീകരണത്തിന് കൊള്ളാവുന്നവരായി തീരത്തക്കവണ്ണം കൃപയുടെ തൈലം കൊണ്ടും ആത്മാവാകുന്ന മുറം കൊണ്ടും ഈ മധുവായി നീ ശുദ്ധീകരിക്കുകയും പരിപൂർണതപ്പെടുത്തുകയും ചെയ്യണമേ. നിൻ്റെ രാജ്യത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിന്നതുപോലെ അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും നിൻ്റെ ജനത്തിനു വേണ്ടിയും നിന്നോട് പ്രാർത്ഥിപ്പാനും സത്യവിശ്വാസത്തോടും കുറ്റം കൂടാത്ത ജീവിതത്തോടും കൂടെ ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട കർത്തൃസംബന്ധമായ ശരീരത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുമിശിഹായുടെ വിലയേറിയതും നീതീകരിക്കുന്നതുമായ രക്തത്തിൽ നിന്നും ആസ്വദിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. പ്രമാണത്തിനടുത്തവരും ദീർഘായുസുള്ളവരുമായ ശുശ്രൂഷകളുടെ ജഡപ്രകാരമുള്ള തൻ്റെ വരവിനാൽ ആത്മീയമായും സഖ്യമുള്ളവയാക്കി തീർപ്പാനായി ഇഷ്ടപ്പെട്ട പ്രധാനാചാര്യനും ഞങ്ങളുടെ രക്ഷയുടെ സ്നേഹായുമായ മശിഹാ തമ്പുരാന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പശുക്കിടാവിൻ്റെ രക്തത്താലും ചാരത്താലും ഇന്ദ്രിയഗോചരമായും നിഴലായും പൂർണ്ണമാക്കപ്പെട്ടിരുന്ന ന്യായപ്രമാണത്തിൻ്റെ ദൃഷ്ടാന്തത്തിനടുത്ത ശുശ്രൂഷയെ കൃപയുടെയും സത്യത്തിൻ്റെയും ശുശ്രൂഷകളാക്കി ആത്മീയമായും സത്യമായും ഞങ്ങളാൽ നിവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് ദാനം നൽകി കൽപ്പന തന്ന മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനുണ്ടാക്കുന്നതിൻ്റെ സ്ലീബായ വന്യമായതും ആദ്യത്തേതുമായ മധുബാഹാക്കി ശുദ്ധീകരിക്കുകയും അതിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സത്യമുള്ളതും കുറ്റം കൂടാത്തതുമായ കുഞ്ഞാടായി ലോകത്തിൻ്റെ പാപത്തെ നീക്കിക്കളയുന്ന കുഞ്ഞാടായി പിതാവായ ദൈവത്തിന് തന്നെ യാഗമായി അർപ്പിച്ച മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വാഭാവികമായുള്ള സകലത്തിൻ്റെയും കർത്താവും സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും സർവമനുഷ്യവർഗത്തിൻ്റെയും രക്ഷയ്ക്കും സഹായത്തിനുമായി എപ്പോഴും സകലവും പ്രവർത്തിപ്പിച്ച് വ്യാപരിപ്പിക്കുന്നവനും തൻ്റെ സൂക്ഷ്മതയിൽ ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിയവനും താൻ മാത്രം ആഴങ്ങൾ നിർമ്മിച്ചവനുമായ കർത്താവേ, നീ എല്ലാ സ്ഥലത്തും എല്ലാ പട്ടണങ്ങളിലും നിൻ്റെ സഭകളെ ഉറപ്പിച്ചവയിൽ മധുബാഹകളെ നീ സ്ഥാപിച്ചു. മനുഷ്യരുടെ രക്ഷയ്ക്കായി കുർബാനകളും ചൈതന്യമുള്ളതും രക്തം കൂടാത്തതുമായ യാഗങ്ങളും നിൻ്റെ നാമത്തിന് അർപ്പിപ്പാൻ നീ കൽപ്പിച്ചു. കർത്താവേ, നിൻ്റെ മനുഷ്യ സ്നേഹത്താൽ നിൻ്റെ ദൈവത്വത്തോട് ചേർന്ന് വരുന്നവരുടെ വിശ്വാസത്തിൻ്റെയും രക്ഷയുടെയും പ്രത്യാശയ്ക്കും ശരീരാത്മ മനസ്സുകളുടെ പുതുക്കത്തിനും പാപമോചനത്തിനുമായവയെ പൂർണ്ണമാക്കണമേ. കർത്താവേ, നീ മാത്രം കരുണകൾ കുറവില്ലാത്തവനും ദീർഘക്ഷമയുള്ളവനും ഏറ്റവും കൃപാലുവുമാകൊണ്ട് നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ വബുക്കുൽ സുബോൽ
ആചാര്യ സംബന്ധമായി മേശ മുതലെ സകല ഉപകരണങ്ങളും വിശുദ്ധിക്കും പുതുക്കത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഭസ്മോദാബ് ദാബ്രോ വറുഹോ ഹയോ കദിശല ഹയേദല ഒലം ഒൽമീനാമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന് വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ഈ മധുബഹായും അതിലെ സകല ഉപകരണങ്ങളും സകല വസ്തുക്കളും വേദവിപരീതമായ എല്ലാ കറയിൽ നിന്നും വിശുദ്ധിക്കും പുതുക്കത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന് വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഭസ്മോദാബ് ഉദാബ്രോ വദറുഹോ ഹയോ കദിശല ഹയേദല ഒലം ഒൽമീനാമി. ഈ പള്ളി ലംഘനങ്ങളാകുന്ന സകല അശുദ്ധിയിൽ നിന്നും പരിപൂർണ വെടിപ്പിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന് വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഓദാബോ ഉദാബ്രോ വദറുഹോ ഹയോ കാദേശല ഹയേദല ഒലം ഒൽമേനാം. പരിപൂർണ വെടിപ്പിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന് വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. തൊട്ട് വിശുദ്ധിക്കും പുതുക്കത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന് വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവവിശുദ്ധിയുമുള്ള റൂഹായുടെയും
കാര്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്നോട് അധികം നന്ദിയുള്ളവരായിരിക്കുന്നു. എന്തെന്നാൽ നിന്റെ വിശുദ്ധന്മാരുടെയും വിശുദ്ധന്മാരായ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും മേൽ നീ പകർന്നു കൊടുത്ത ആ കൃപ പാപികളായ ഞങ്ങളിൽ നിന്ന് വിരോധിക്കുകയോ മുടക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. എന്നാലോ ദയയും കരുണയുള്ളവനായി ഞങ്ങളുടെ അടുക്കലോളം അതിനെ ഇറക്കിത്തന്നു. നിന്റെ ശ്രേഷ്ഠതയോടെ ഞങ്ങൾ ചോദിപ്പാനും ഞങ്ങൾ ചോദിക്കുന്നവയെ പ്രാപിക്കുവാനും ഞങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിലും നീ ഞങ്ങൾക്ക് ദാനം ചെയ്തുവല്ലോ. ഇവയ്ക്കെല്ലാറ്റിനുമായി സകലത്തിനും ബഹുമാനമുള്ള നിന്റെ നാമം മഹത്വപ്പെടുമാറാകണമേ. അതുകൊണ്ട് നിന്റെ ശുദ്ധീകരണത്തെ പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. പൂർത്തീകരിക്കപ്പെട്ട ഈ മധുഭാവിയുടെ മുമ്പിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും നിൽപ്പാനും ചൈതന്യമുള്ളതും രക്തം കൂടാത്തതുമായ ഈ യാഗമതിൽ അർപ്പിപ്പാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ന്യായവിധിക്കും ശിക്ഷയ്ക്കും ഞങ്ങളാരും അർഹരായിത്തീരരുത്. എന്നാലോ വിശുദ്ധ സഭയുടെ കെട്ടുപണിക്കും നിന്റെ സർവ്വജനത്തിൻ്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും നിന്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും സുവിശേഷത്തിൻ്റെ ഘോഷണത്തിനുമായി ഭവിക്കുമാറാകണമേ. മഹാഭംഗിയുള്ള നിൻ്റെയും നിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമം ശുദ്ധീകരിക്കപ്പെട്ടതും മഹത്വീകരിക്കപ്പെട്ടതുമാകുന്നു. ഹോശോ വബുക്കുൽ സുബാലകൾ മിൻ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായ നിൻ്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
സകലത്തിൻ്റെയും ശിഷ്ടാപരിപാലനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേ, ഒരവസരം കൂടി നമ്മുടെ ദാനമായി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദേവാലയത്തിന് പണിക്ക് അതിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നതിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും മനോഹരമായ അനുഗ്രഹകരമായ രീതിയിൽ ഈ ദേവാലയം പൂർത്തീകരിപ്പാൻ തക്കോണം സർവശനായ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം കൂടിർന്ന് അത്ഭുതമായിട്ട് വഴി നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്ന വചനങ്ങൾ ഓർക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് അടിസ്ഥാനപ്പെടുത്തപ്പെട്ടതായ ദേവാലയമായി ഈ കുന്നിൻ പ്രദേശത്തെ മറ്റുള്ളവർക്ക് മാതൃകാപരമായി ശോഭിപ്പാൻ തക്കോണം തുടർന്നും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇതുവരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ച് അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ശാരീരികവും മാനസികവും സാമ്പത്തികമായിട്ടൊക്കെയും സഹായിച്ച എല്ലാ നല്ല ആളുകൾക്ക് വേണ്ടി ഈ സമയത്തെ പ്രത്യേകമായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ ഇതിന്മേൽ പകരണമേ. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മീറ്റിംഗ് ആദ്യയോടെ അവസാനം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണേ. അനുഗ്രഹകരമായ ദൂതൽ ലഭിപ്പാൻ, അനുഗ്രഹകരമായ ശുശ്രൂഷയുടെ പങ്കാളികളായി തീരാൻ ഓരോ മക്കൾക്ക് കൊണ്ട് നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ ജീവിതം കെട്ടുപണിച്ചത് മുന്നോട്ട് പോകാനും അവിടുന്ന് ഞങ്ങൾക്ക് പാതയ്ക്ക് പ്രകാശമായ കാലിന് ദീപമായി തുടർന്ന് കൂടെയിരുന്ന് കർത്താവെ അവിടെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇതുവരെയും വ്യാപരിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം തുടർന്നും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ വഹിക്കണേ. അഭിമന്യ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾ ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആശംസ അർപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാൻ സാന്നിധ്യവും ആദ്യ അവസാനം കൂടുന്ന അനുഗ്രഹിക്കണമെന്ന് മശീഹയുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ പണി അനുഗ്രഹമായി നടത്തുവാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് അതിലടങ്ങിയിരിക്കുന്നത്. വളരെ സന്തോഷകരമായി അനുഗ്രഹമായിട്ട് നമ്മുടെ ഇടവജനങ്ങളെല്ലാവരും താല്പര്യപൂർവ്വം ഇടപെട്ട് ഇങ്ങനെ ഈ ദേവാലയം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ കൂദാശ ഇന്ന് നിറവേറ്റി തന്ന അഭിവന്യ തിരുമേനിയെ ഞാൻ ഹാർദവമായിട്ട് ഈ കോന്നി ഇമ്മാനുവേൽ മാർത്തോമ ഇടവയുടെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ മന്ത്രി അനൂപ് ജേക്കബ് ഈ പ്രദേശത്തിൻ്റെ ഒരു പുതിയ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നമ്മുടെ ഈ മീറ്റിങ്ങിൽ വന്ന് നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം നിറവേറ്റാമെന്ന് സമ്മതിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ കാര്യം നിറവേറ്റുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ പിതാവുമായി ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നു, TM ജേക്കബ്. അദ്ദേഹം ഈ പ്രദേശത്തൊക്കെ പരിചയമുള്ള ആളുമായിരുന്നു. എനിക്ക് പലപ്പോഴും പരിചയപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മകൻ ഈ സ്ഥാനത്ത് വന്ന് പ്രവർത്തിപ്പാനായിട്ട് ദൈവം അവസരം കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ഇടവയുടെ പേരിൽ ഇന്ന് പ്രത്യേകിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം അത്ര നിറവേറ്റുന്നത്, അദ്ദേഹത്തിന് ഞാൻ ഇടവയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ഹാർദവമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ MLA-യും പ്രത്യേകിച്ച് മന്ത്രിയുമായിരിക്കുന്ന അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് അദ്ദേഹം ഇന്ന് വരുവാൻ നേരത്തെ സമ്മതിച്ചതായിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് വരുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഹാർദവമായിട്ടുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ ആൻ്റോ ആൻ്റണി MP ഈ പ്രദേശത്തിൻ്റെ സ്പന്ദനങ്ങൾ യഥാസമയം മനസ്സിലാക്കിക്കൊണ്ട് പത്തനംതിട്ടയുടെ MP ആയി എല്ലായിടങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടവകയെ, ഈ ദേശത്തെ വളരെ ഭംഗിയായി പല കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ വരുവാൻ തക്കവണ്ണമുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചു. വളരെ നേരത്തെ തന്നെ അദ്ദേഹം വരികയും ചെയ്തു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആൻ്റോ ആൻ്റണി MP-യോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ അദ്ദേഹത്തിന് ഈ ഇടവയുടെ നാമത്തിലുള്ള സ്വാഗതം ഞാൻ ഈ സമയത്തെ ആശംസിക്കുകയും ചെയ്തുകൊള്ളുന്നു. മാർത്തോമാ സഭയിലെ പട്ടക്കാരൻ എന്ന നിലയിലും മറ്റ് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ പങ്ക് ഉള്ളതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട റവറൻഡ് വികാരി ജനറലായിരിക്കുന്ന PT തോമസ് അച്ഛൻ. അച്ഛൻ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അച്ഛൻ വളരെ നേരത്തെ തന്നെ ഇവിടെ വന്നു. അച്ഛൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് മാർത്തോമാ സഭാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിലും ജോലി തിരക്കിനിടയിലും ബഹുമാനപ്പെട്ട അച്ഛനെന്ന് വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അച്ഛന് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ അധിപനോടുകൂടെ തന്നെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട KG ജോസഫ്